അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ഞാൻ ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ലാലേട്ടൻ്റെ കൂടെ ചെയ്തതാണ്. അതെ അതെ. സുന്ദരിമാരുടെ ഉള്ളങ്ങളെല്ലാം നേടി ഓൾറെഡി ലാലേട്ടനെ അറിയാം, അദ്ദേഹത്തിന് അറിയാം അതൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതവിടെ കാണിക്കുകയില്ല. അത് കാണിക്കാതെ നമ്മളെ ഫ്രീ ആക്കി സാധാരണ ഒരു മനുഷ്യരെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടു. നിന്റെ ശേഖരൻ നിന്റെ നൃത്ത സംവിധാനം മുന്നോട്ട് പോട്ടെ മകനെ എന്ന് പറഞ്ഞു. മനോജ് എന്നൊക്കെയുള്ള രീതിയിൽ ആ വിളി, എന്റെ പേര് വിളിക്കണ തന്നെ വലിയൊരു കാര്യമല്ലേ. മനോജ് വാ ഇരി, കളയാനും പാടില്ല. ലാലേട്ടനായിട്ട് ഒരു സംഭവം ഉണ്ട് ഉള്ളില്, ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അത് കളയാനും പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് കുറെ നേരം ചെറിയൊരു പോർഷൻ അങ്ങ് ചെയ്തു. എന്താണ് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു കംഫർട്ട് സോണായിട്ട് എങ്ങനെയാണ് തോന്നിയത്? ഈസി ആയിരുന്നു എനിക്ക്. എല്ലാവരും പറയും സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പാടാണ്. എനിക്ക് ഏറ്റവും ഈസി ലാലേട്ടനോട് ചെയ്തത്. ആർമി ഓഫീസർ ആവാനായിരുന്നു കുട്ടിക്കാലം തൊട്ട് ആഗ്രഹം. ആ ആർമി ഓഫീസർ ആവാൻ ആഗ്രഹിച്ച ആളെങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? പ്രഭുദേവ സാറിന്റെ കൂടെ എന്താ പറയാ ഡാൻസ് കളിക്കാനൊക്കെ പറ്റിയില്ല? ഞാൻ +2 പോയി. +2 പിന്നെ ഫെയിലായതിനു ശേഷം പിന്നെ ഫുൾ ഡാൻസ് 3 റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ സി കേരളം ചാനലിൽ അതിന് ഫൈനലിസ്റ്റ് വരെ പോയിട്ടുള്ളൂ. 2 റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നാണ് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് എന്നെ ഉമ്മ തരുന്നത്. എൻ്റെ അമ്മ ആഗ്രഹിച്ച കാര്യമാണ്. എൻ്റെ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്തത്. എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നിൽക്കുക, മാക്സിമം കള്ളം പറയാതിരിക്കുക എന്നുള്ളത്. ആൾക്കാരെ വിശ്വസിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വിശ്വസിക്കേണ്ട ആൾക്കാരെ വിശ്വസിക്കാം. എത്തിയില്ല എന്ന് തോന്നുന്നുണ്ടോ? എത്തിയില്ലെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ വിഷമവും ഉണ്ട്. അതായത് മലയാളത്തിലെ ഡാൻസ് മൂവി ആദ്യമായിട്ടാണല്ലോ. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഇനി അത് സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? മലൈക്കോട്ടെ വാലിബന്റെ ഫണ്ണായിരുന്നു. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാടെക്. മൂൺ വാക്ക്, മലൈക്കോട്ടെ വാലിബൻ, തലവര എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത നടനും കൊറിയോഗ്രാഫറും ഡാൻസറും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്, മനോജ് മോസസ്. നമസ്കാരം. ആദ്യം തന്നെ മനോജ് മോസസ് ആരാണെന്ന് പ്രേക്ഷകർക്കൊന്ന് അറിയണം. സിനിമകൾ ചെയ്തെങ്കിലും എവിടെയാണ് വീട് ഒക്കെ ഒന്ന് പറയാമോ? ഞാൻ സ്ഥലം ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. പക്ഷെ ജനിച്ചത് തമിഴ്നാട്ടിലാണ്, തഞ്ചാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് എൻ്റെ അമ്മയുടെ സ്ഥലം. ജനിച്ചത് അവിടെയും പഠിച്ചതും വളർന്നതൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. തഞ്ചാവൂരാണോ ഇഷ്ടം, നമ്മുടെ കേരളമാണോ ഇഷ്ടം? കേരളം തന്നെയാണ്. അത് ഇഷ്ടമല്ല, അത് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വളർന്നത് കൊണ്ട് കേരള കൾച്ചറാണ് കൂടുതൽ ഇഷ്ടം. എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് അറിയോ? തമിഴോ? എഴുതാറില്ല, വായിക്കാനും അറിയില്ല, പക്ഷെ നന്നായിട്ട് സംസാരിക്കും. തമിഴിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞേ. നീ ഏതാச்சும் കേളുங்க நான் சொல்றேன். അപ്പോൾ മലയാളത്തിലാണ് ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞു, അഭിനയിക്കുന്നത് മലയാളത്തിൽ. അപ്പോൾ ഇനി തമിഴിലേക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണോ? പിന്നെ ഉറപ്പായിട്ടും. തമിഴിലാണെങ്കിൽ ആരുടെ കൂടെ ആയിരിക്കും ഇഷ്ടം? എല്ലാവരുടെയും. അങ്ങനെയൊന്നുമില്ലല്ലോ, നമ്മൾ ആക്ടറാണല്ലോ. അപ്പം എല്ലാവരുടെയും വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിന് ഏത് ആക്ടറിനോട് ആയിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് കറക്റ്റ് എവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രത്ത് തിരുമല എന്ന് പറയും, തിരുമല പൂജപ്പുര ആ സൈഡ്. അപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞു. ആർമി ഓഫീസർ ആവാനായിരുന്നു കുട്ടിക്കാലം തൊട്ട് ആഗ്രഹം. ആ ആർമി ഓഫീസർ ആവാൻ ആഗ്രഹിച്ച ആളെങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? ആർമി മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. വെച്ചാൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ NCCയിലൊക്കെ ഉണ്ടായിരുന്നു. NCC കയറുമ്പോൾ തന്നെ പാതി ആർമി ആയെന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ആർമി ഓഫീസറായി എന്ന് ആ ഒരു ചൈൽഡ്ഹുഡ് സമയത്തുള്ള സ്വപ്നങ്ങളാണല്ലോ. അതിനുവേണ്ടി പ്രയത്നിച്ചു. റിക്രൂട്ട്മെൻറ്റിന് പോയി. ഫസ്റ്റത്തേന് റിജക്റ്റ് ആയിപ്പോയി, രണ്ടാമത്തേന് റിജക്റ്റ് ആയി, മൂന്നാമത്തത് കിട്ടിയത് എൻ്റെ ലാസ്റ്റ്, അതായത് കയറാനുള്ള ലാസ്റ്റ് ഫൈനൽ ഏജ് ആണത്. ആ ഏജ് കഴിഞ്ഞ പിന്നെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആർമിയിലായിരുന്നല്ലേ? CRPF അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ കൊടുത്തത് ആർമി ജനറൽ ഡ്യൂട്ടി എന്ന് പറയും, GD എന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടി കിട്ടി, എല്ലാം കിട്ടി. മെഡിക്കൽ കിട്ടി, ഫിസിക്കൽ കിട്ടി. എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എക്സാം ക്യാൻസലായിപ്പോയി. ആണോ? അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അതെ, ഉറപ്പായി. പക്ഷെ അത് നന്നായി തോന്നുന്നുണ്ടോ? നന്നായിന്ന്
തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും വിഷമമുണ്ട്. ഞാൻ കുഞ്ഞിലെ തൊട്ട് ആഗ്രഹിച്ചൊരു ജോലിയാണ് ആർമി എന്നുള്ളത്. എന്നെക്കാൾ എൻ്റെ അമ്മ ആഗ്രഹിച്ച ജോലിയാണ്. എൻ്റെ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്തത്. അതുകൊണ്ടായിരിക്കും പോകാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. പക്ഷെ ഇപ്പം ഹാപ്പിയാണ്. ഹാപ്പിയാണ് ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാണ്. പിന്നെ ഉറപ്പായിട്ടും. അപ്പം അച്ഛനാണ് എല്ലാത്തിനും ഒരു കാരണം അല്ലേ, ഇങ്ങനെ ഡാൻസ് പഠിക്കാനും ഇന്ന് ഇവിടെ എത്താനും. എങ്ങനെയാണ് ഈ ഡാൻസിലേക്ക് പോയത്? എങ്ങനെയാണ് ഡാൻസ് പഠിക്കാൻ ഏത് പ്രായത്തിലാണ് പോയത്? ഞാനൊരു 8ാം ക്ലാസ്സിലോ 9ാം പഠിക്കുമ്പോഴാണ് വീട്ടിനടുത്തൊരു ചെറിയൊരു ഡാൻസ് സ്കൂൾ പോലെ വന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ നീ പോകണമെങ്കിൽ പോകുന്നുണ്ട്, അച്ഛൻ കൊണ്ട് വിട്ടതാണ്, അല്ല ഞാനായിട്ട് പോയതല്ല. എനിക്ക് ആ സമയത്ത് സൈക്കിൾ സ്റ്റാൻഡ് അങ്ങനെയൊക്കെ സൈക്കിൾ ഓടിച്ച് ഇറങ്ങണം, അങ്ങനത്തെ ഒരു ക്രേസാണ്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അച്ഛനാണ് ഇങ്ങനെ പോകുന്നെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ട് വിട്ടതാണ്. നമ്മളെ കൊണ്ട് പറ്റാത്ത നമ്മളെ മക്കൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതലും. എൻ്റെ അച്ഛനും ആർമിയിൽ ഓടിയിട്ടുള്ള ആളാണ്, പക്ഷെ അച്ഛനും കിട്ടാതായി പോയി. അപ്പം എൻ്റെ മകൻ ആർമിയിൽ കയറണം എന്നുള്ളത് എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് സർക്കാർ ജോലി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെയല്ല, സർക്കാർ ജോലി അങ്ങനെ പ്രതീക്ഷ അല്ല. ആർമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, ആർമി കയറണം എന്നുള്ള സംഭവമല്ല. അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് എൻ്റെ മുത്തച്ഛൻ ആർമിക്കാരനാണ്, ആർമി ഓഫീസറാണ്. അപ്പൊ ആ ബ്ലഡിൽ അതുണ്ട്. അപ്പൊ ഇനി ആർമിയിലേക്കല്ല, ഇനി പോലീസിലേക്ക് എങ്ങാണ്ട് പോകണം എന്ന് ആഗ്രഹമുണ്ടോ? പോലീസ് ആഗ്രഹിച്ചിട്ടുണ്ടോ? പോലീസ് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പോലീസ് നമ്മൾ കൂടുതൽ പഠിക്കണം. ആർമി ഫിസിക്കലി ആർമി പഠിക്കണം, പക്ഷെ പോലീസ് നമ്മൾ കൂടുതൽ പഠിക്കണം. ആർമി ആകുമ്പോഴത്തേക്ക് പിന്നെ 10th ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ +2 പോയി, +2 പിന്നെ ഫെയിൽ ആയതിനു ശേഷം പിന്നെ ഫുൾ ഡാൻസിലോട്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അതിന് ശേഷം പോയിട്ടില്ല. നമ്മൾ മൂൺ വാക്കിലാണ് എന്താ പറയുക, കുറച്ചെങ്കിലും സ്റ്റെപ്സ് ഒക്കെ കണ്ട്, പിന്നെ യൂട്യൂബ് ചാനലിലും കാണാറുണ്ട് സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തേക്കെ. അപ്പൊ അങ്ങനെ 8ാം ക്ലാസ്സിൽ ഡാൻസിന് കൊണ്ട് ചേർത്തു. പിന്നെ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു വലിയ വേദിയിൽ എത്തുന്നത്? എങ്ങനെയാണ് ഡാൻസ് പഠിച്ചത്? ഈ അമ്പല പരിപാടിയിലൊക്കെയാണ് ചെറിയ ചെറിയ ഡാൻസ് ഒക്കെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ കുറേ ടീമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംമാതിരി ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ടീമിൽ വർക്ക് ചെയ്ത് അവിടെയുള്ള മാഷുമാരെ എന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അങ്ങനെയാണ് ഈ റിയാലിറ്റി ഷോയിലേക്ക് വരുന്നത്. റിയാലിറ്റി ഷോ ചെയ്തു, അങ്ങനെയാണ് സിനിമയിലേക്ക് വരണം. റിയാലിറ്റി ഷോ സ്റ്റാർ ആണ്, ഒരുപാട് ടൈറ്റിൽ വിന്നർ ആയിരുന്നു അല്ലേ തമിഴ് റിയാലിറ്റി ഷോയില്? 3 റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ സി കേരളം ചാനലിൽ അതിന് ഫൈനലിസ്റ്റ് വരെ പോയിട്ടുള്ളൂ. അമൃത TV-യിൽ KDL എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ, അതിൽ 3rd പ്രൈസ് ആയിരുന്നു. ചെന്നൈയിൽ കളേഴ്സ് തമിഴ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ, അതിൽ ടൈറ്റിൽ വിന്നർ. ഖുഷ്ബു മാമും ബൃന്ദ മാസ്റ്ററും ആയിരുന്നു ജഡ്ജ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മലയാളത്തിലൊരു റിയാലിറ്റി ഷോ ഇങ്ങനെ ഔട്ടായി പോകും, ആദ്യം തന്നെ സി കേരളത്തിലെ. അപ്പോൾ അവിടുന്ന് പിന്നെ എങ്ങനെയാണ് തമിഴിലേക്ക് പിന്നെ എത്തുന്നത്, തമിഴ് റിയാലിറ്റി ഷോയിലേക്ക്? അത് തോറ്റേൻ്റെ പാഠമാണ്. റിജക്റ്റ് ആയല്ലോ ഞാൻ അതായത് സെമിഫൈനലിൽ ഞാൻ ഔട്ടായി. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നില്ല, ഞാൻ അടുത്തടുത്ത് വീണ്ടും ചെയ്യണമെന്നുള്ള രീതിയിൽ വീണ്ടും സി കേരളത്തിൽ ഔട്ടായ ഉടനെ തന്നെ ഞാൻ ഇതിലേക്ക് പോയി, അമൃത TV-യിൽ. അതിലും പിന്നെ 3rd പ്രൈസാണ് കിട്ടിയത്. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തു, പക്ഷെ ആ സമയത്ത് പറ്റിയില്ല, ഓരോ കാരണങ്ങളുണ്ട്. പിന്നെ ഞാൻ ചെന്നൈ പോയി, പിന്നെ അങ്ങനെ അവിടെ ടൈറ്റിൽ അടിച്ചിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. എനിക്ക് വീണ്ടും ചെയ്യണമെന്നുണ്ടായിരുന്നു, വീണ്ടും റിയാലിറ്റി ഷോ ചെയ്യണം. എനിക്ക് കോമ്പറ്റീഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ സമയത്തായിരുന്നു എൻ്റെ എക്സാം, ആർമിയുടെ എക്സാം. അതിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് എക്സാം ക്യാൻസൽ ആയത്. അപ്പോൾ രണ്ടും എന്താ പറയുക, അതും ക്യാൻസലായി. അപ്പോൾ ഇനി നമുക്ക് സിനിമയാണല്ലോ, റിയാലിറ്റി ഷോ ഒന്നുമല്ല. അപ്പം ടൈറ്റിൽ വിന്നർ ആയ സമയത്ത് അച്ഛനും അമ്മയൊക്കെ എന്നിട്ട് ഫോട്ടോ കണ്ടായിരുന്നു ഞാൻ, ഇത് വാങ്ങുമ്പോൾ, അവാർഡ് വാങ്ങുമ്പോൾ. അപ്പോൾ അച്ഛനും അമ്മയുടെയൊക്കെ അവർ എന്താ പറയുക, എന്താ മോനോട് പറഞ്ഞ ആ സമയത്ത്? അച്ഛൻ ഓടി വന്ന്, അച്ഛൻ അങ്ങനെ 2 റിയാലിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ അന്നാണ് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് എന്നെ ഉമ്മ തരുന്നത്. അച്ഛൻ ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛൻ. അതായത് കുറേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതിനുവേണ്ടി ഞാൻ എത്ര എഫേർട്ട് എടുത്തു എന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയാവൂ. അപ്പം അവർക്ക് എൻ്റെ മകൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി എന്നുള്ളൊരു പ്രൗഡ് മൂമെന്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. ഇപ്പോൾ ഫാമിലി പറയുകയാണെങ്കിൽ എന്താ പറയുക, നല്ലൊരു വെൽ സെറ്റിൽഡ് ആയ ഫാമിലി ആണോ അതോ മിഡിൽ ക്ലാസ് ഫാമിലി ആണോ? ഞാൻ സാധാ കുടുംബത്തിൽ നിന്ന് വന്നു, സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നു. ഇപ്പോൾ വലിയ ഇതൊന്നും ആയിട്ടില്ല, എന്നാലും ഇപ്പം ജീവിച്ചു പോകുന്നു മനസ്സമാധാനത്ത്. സർക്കാർ സ്കൂളിലൊക്കെയാണോ പഠിച്ചത്? അതെ ഉറപ്പായിട്ടും. ഞാൻ തിരുമല സ്കൂളാണ് പഠിച്ചത്, തിരുമല സ്കൂൾ എന്ന് പറയും. അപ്പോൾ തിരുമല സ്കൂളുകാർക്ക് ഒരു അഭിമാനിക്കാവുന്നൊരു താരം തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ വലിയ പണച്ചെലവുള്ള കാര്യമാണ്. നമ്മൾ എന്താ പറയുക, ഡാൻസ് പഠിക്കുക, അത് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തതാരാണ് ഫിനാൻഷ്യലി? കുറേ പേരുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ കുറേ പേരുണ്ട്. എൻ്റെ ഇവിടെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. എന്നെ പൈസ ഇല്ലാതെ പഠിപ്പിച്ച എൻ്റെ രാജേഷ് മാസ്റ്റർ എന്ന് പറഞ്ഞ എൻ്റെ മാഷുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അയ്യോ, അത് 1-2 പേരല്ല,
കുറേ പേരെ ഹെൽപ്പ് ചെയ്തു. ഡ്രസ്സ് എടുക്കാൻ അതിന്റെ കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ആയാലും എല്ലാം നമ്മൾ സ്വന്തം തന്നെ ചെയ്യണോ റിയാലിറ്റി ഷോയിലൊക്കെ അത് പങ്കെടുക്കും? ചില റിയാലിറ്റി ഷോസിന് ഇതിരിക്കും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കാശ് മുടക്കണം. ഇപ്പൊ റിയാലിറ്റി ഷോയിലൊക്കെ കുറെ മാറിയിട്ടുണ്ട്. സ്പോൺസേഴ്സ് കിട്ടുന്ന അപൂർവമാണ്. അത് അപൂർവമാണ്. എനിക്കങ്ങനെ സ്പോൺസേഴ്സായിട്ട് ആരും വന്നിട്ടില്ല. എന്നെ അറിയാമെന്നുള്ള, ഞാൻ അത്രയും ബന്ധമുള്ള ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും പൈസയൊന്നും നോക്കാതെ എൻ്റെ മോനെ വലിയൊരാളാക്കണമെന്ന് എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അങ്ങനെ കൂടെ നിന്നതല്ലേ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം? ഉറപ്പായും അവരെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവുണ്ടെങ്കിലും എൻ്റെ എന്തുണ്ടെങ്കിലും എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥന മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം ഇന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നത്. ഇതല്ല അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തോ എനിക്ക്. സിനിമയിൽ വന്ന സമയത്ത് അച്ഛനും അമ്മയും എന്താ പറഞ്ഞിട്ടുള്ള ആദ്യം സിനിമയിൽ അഭിനയിക്കുമ്പോൾ? ആദ്യം സിനിമയിൽ അഭിനയിക്കുമ്പം മൂൺ വാക്ക് കിട്ടിയതിന് ശേഷം അച്ഛൻ സന്തോഷമായിരുന്നു. ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇറങ്ങാത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂൺ വാക്ക്. അതായത് പിന്നെ അവരൊരു വേറൊരു സ്റ്റേജിലേക്ക് പോയി. നമ്മൾ എല്ലാം ഓക്കെ ആവുന്നുണ്ട് ചോദിച്ചിട്ടാണ് പെട്ടെന്ന് വാലിബനിലേക്ക് വരുന്നത്. അത് പിന്നെ വൻ ബ്രേക്ക് ആയിപ്പോയി. അത് വൻ ബ്രേക്ക് ആയതിൽ വരാം. അപ്പോൾ അതിന് മുൻപ് പ്രഭുദേവ സാറിന്റെ കൂടെ എന്താ പറയാ ഡാൻസ് കളിക്കാനൊക്കെ പറ്റിയില്ലേ? അതെ, അത് ഞാൻ അമൃത ടി.വിയിൽ റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ടോപ്പ് 5, അതായത് മാർക്കിൽ കൂടുതൽ ടോപ്പ് 5 നിൽക്കുന്ന ആൾക്കാരെ ചെന്നൈയിലേക്കൊരു ആഡ് ഷൂട്ടിന് വേണ്ടി കൊണ്ടുപോയിരുന്നു. അത് ശ്രീധർ മാസ്റ്ററാണ് കൊണ്ടുപോയത്. അങ്ങനെ സാറിൻ്റെ കൂടെ കളിക്കാൻ പറ്റി, പ്രഭുദേവ സാറിൻ്റെ കൂടെ. ഒരുപാട് ഡാൻസ് പഠിച്ച ആളാണ്. എന്നാലും എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു, എന്തെങ്കിലും എന്താ പറയാ നമ്മളങ്ങോട്ട് നല്ലൊരു വലിയൊരാളാവും, ഒരു നടനും അങ്ങനെ വലിയൊരു ഡാൻസറൊക്കെ ആവും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു പേടിയായിരുന്നോ ചോദിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിരുന്നോ? പ്രഭുദേവ സാറിനോട്? ഇല്ല, അങ്ങനെ എനിക്ക് പേടിയായിരുന്നു. അത് ആദ്യമായിട്ട് കാണുന്നതല്ലേ, ഇത്രയും ലെജൻഡ് അല്ലേ. അപ്പോൾ പെട്ടെന്നുള്ള പേടി. ഒന്ന് ചോദിക്കാനൊന്നുമില്ല, ഹായ് സാർ, ബിഗ് ഫാൻ ഓഫ് യു എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് വന്നു. എന്നാലും അവര് എന്താ പറയാ ഒരുമിച്ച് നിൽക്കാനും ഡാൻസ് ചെയ്യാനൊക്കെ പറ്റിയില്ലേ? അതൊക്കെ വലിയ ഭാഗ്യമല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഭാഗ്യമാണ്. ഇനി അല്ലു അർജുന്റെ കൂടെയൊക്കെ നടക്കട്ടെ, ചെയ്യണമെന്നുണ്ടോ? പിന്നെ എല്ലാ ആക്ടർമാരുടെയും എല്ലാവരും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം. നടക്കട്ടെ, അത്രേ ഉള്ളൂ. നീ അപ്പോൾ ഡാൻസിൽ നിന്ന് നേരെ പിന്നീട് വന്ന മൂൺ വാക്കിലേക്കാണ്, സിനിമയിലേക്ക്. മൂൺ വാക്കിൽ എങ്ങനെയാണ് ഒരു എൻട്രി കിട്ടുന്നത്? മൂൺ വാക്ക് ഓഡിഷൻ തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് നിയതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് എനിക്കിങ്ങനെ പോസ്റ്റർ അയച്ചു തന്നിട്ട്, നീ ഒന്ന് അയച്ചു കൊടുത്ത് നോക്കൂ, ചിലപ്പോൾ കിട്ടും. അങ്ങനെ അയച്ചു കൊടുത്തപ്പോഴാണ് മൂൺ വാക്കിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ സിനിമ ഉണ്ടായിരുന്നോ മനസ്സിൽ എവിടെയെങ്കിലും? ഞാൻ കൊറിയോഗ്രാഫർ ആവും എന്നുള്ളതുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷെ ഞാൻ ആക്ടറാവും എന്നുള്ളത് ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്നെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു സംഭവിച്ച് ഇത് നമുക്ക് പറ്റണ കാര്യമല്ല അഭിനയം എന്ന് ഞാൻ മുന്നേ. പിന്നെ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത്, അതായത് ചെയ്യുന്ന വർക്കിലൊക്കെ എനിക്കൊരു വിശ്വാസമുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും പറയുന്നുണ്ട്, രണ്ടും ഞാൻ ഏറ്റെടുക്കുന്ന ആളാണ്. പക്ഷെ കൂടുതൽ ഞാൻ പോസിറ്റീവ് കേൾക്കുന്ന ആളാണ്. അപ്പോൾ അത് വെച്ചാൽ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രീതി കൊണ്ട് ഇപ്പം ഒരു കോൺഫിഡൻ്റ് ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്നാണ്. നല്ലൊരു ലക്ക് ഫാക്ടർ എന്നും ഉണ്ടല്ലേ ലൈഫിൽ, എപ്പോഴും ആഗ്രഹിക്കുക. ഇപ്പോൾ ഡാൻസ് ആയാലും അച്ഛൻ കാരണം ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ച ഒരാളാണ് ആയിരിക്കാം. ഞാൻ അതിൽ വിശ്വസിക്കുന്നു, പക്ഷെ അറിയില്ല. ഏത് ദൈവത്തെ ഇഷ്ടം? എല്ലാ ദൈവങ്ങളെയും. ദൈവമാണല്ലോ, ഇന്ന ദൈവം എന്നല്ലല്ലോ. ദൈവങ്ങളെ വിശ്വാസമില്ല, ദൈവത്തെയാണ് വിശ്വാസം. ഒറ്റ ദൈവത്തെ, ഒരൊറ്റ ദൈവത്തെയാണ് വിശ്വാസം. വാക്കാണ് ഫസ്റ്റ് അഭിനയിച്ചതെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നു. മലൈക്കോട്ടെ വാലിബനാണ് എന്താ പറയുക നമ്മുടെ മുന്നിലേക്ക് എത്തി. വലിയൊരു ബ്രേക്ക് തന്ന സിനിമ അതാണ്, ലാലേട്ടൻ്റെ ചിന്നപ്പയ്യനായിട്ട്. അതിനെക്കുറിച്ചൊന്ന്. അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് എനിക്ക് പറയാൻ പറ്റും. സിനിമയിൽ സംബന്ധിച്ച് എല്ലാ ആക്ടേഴ്സിനും ഒരു സിനിമ അഭിനയിക്കണം, വലിയൊരു സീനിയർ ആക്ടറിൻ്റെ കൂടെ ഒരു ചെറിയ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആക്ടേഴ്സാണ് കൂടുതലും. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ അതാണ് കിട്ടിയത്. വലിയൊരു ആക്ടറിൻ്റെ കൂടെ വലിയൊരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ഞാൻ ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ലാലേട്ടൻ്റെ കൂടെ ചെയ്തതാണ്. ഉറപ്പായിട്ടും എനിക്കത് വലിയ ഭാഗ്യമാണ്. ആദ്യത്തെ സിനിമ ഒന്നാമതൊരു പുതുമുഖമാണ്. ആദ്യത്തെ സിനിമ ചെയ്തു, പക്ഷെ ഇറങ്ങിയില്ല. എന്നിട്ട് പോലും ലാലേട്ടനെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് പോലെ ആശാനെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാലിബൻ വരുന്നുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഇത് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയൊക്കെ ഉണ്ട്. ഒന്നത് പറയാൻ പറ്റുമോ? അത് കുറെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു. അല്ല, ഇത് നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ, ഒരിക്കലും മറക്കില്ല. ഓക്കെ. തെക്കും വടക്കും നടക്കും കളരിയിലെ മല്ലന്മാരെയെല്ലാം മലത്തി, പട്ടും വളയും പൊന്നാടയും പണക്കിഴിയും നാടുതോറും നടന്നു നേടി, സുന്ദരിമാരുടെ ഉള്ളങ്ങളെല്ലാം നേടി, വീരനിൽ വീരനായി വാഴു എൻ കൂടപ്പിറപ്പ്, എൻ കൺകണ്ട കൂടപ്പിറപ്പ് മലൈക്കോട്ടെ വാലിബൻ. അതിനൊരു താളമുണ്ടല്ലേ ആ ഡയലോഗ്? പറയുമ്പോ ഒരു താളമുണ്ട്. ഇത് അതിന് സിനിമയെ കാണുമ്പോൾ ഇതിനേക്കാളും ഒരു രസമുണ്ട്.
താളത്തിലാ അത് വന്നത്. മറ്റേ ഒരു പാട്ട് പാടുമ്പോൾ തെക്കും വടക്കും നടക്കും അങ്ങനെ ഒരു പാട്ട് പോലെ പാടണം. ഒരു എന്താ പറയുക, ഒരു നാടോടി സ്റ്റൈല് പോലെ അത് വന്നിട്ടുണ്ട്. അതെ. ഇപ്പൊ തിരുവനന്തപുരം സ്ലാങ് ആയതുകൊണ്ട് പഠിച്ചെടുക്കാൻ കുറെ ബുദ്ധിമുട്ടിയായിരുന്നോ? ഇല്ല, അങ്ങനെ പാടാനില്ല. അത് ലിജോ സാറ് എങ്ങനെ പറഞ്ഞു തന്നോ അതാണ് ഞാൻ ചെയ്തത്. സാറ് ഇങ്ങനത്തെ ഒരു മോഡുലേഷൻ വേണം, അങ്ങനെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. മൂൺ വാക്കിൽ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് ഷൂട്ട് ആയതുകൊണ്ട് ലാംഗ്വേജിനൊന്നും മാറ്റം വരുത്തേണ്ടി വരില്ല. പക്ഷെ പെട്ടെന്ന് നമ്മളെ സ്വന്തം ലാംഗ്വേജിൽ നിന്ന് മാറി ഒന്ന് ഡബ്ബൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവില്ലേ? ഡിഫിക്കൽറ്റി ഉണ്ടായിട്ടുണ്ട്. തലവരയിൽ ഇതായിരുന്നു പാലക്കാട് സ്ലാങ്. അപ്പൊ അതിന്റെ ഞാൻ അതിൽ സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും. അതിൽ ഞാൻ പറഞ്ഞു പാലക്കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ഷെയ്ഡ് വരും. അത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പം ഓക്കെ വരുന്നുണ്ട്. മലൈക്കോട്ടെ വാലിബനിൽ തന്നെ വരുവാണെങ്കിൽ ലാലേട്ടനെ ഞാൻ കേട്ടിട്ടുണ്ട് അണ്ണൻ എന്നാണ് വിളിക്കുന്നത്, അനുവാദം ചോദിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇപ്പോഴും അണ്ണൻ തന്നെയാണോ വിളിക്കാറുണ്ടോ? വിളിക്കാറ്. ഞാൻ മറ്റേ അവാർഡ് കിട്ടിയ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വിളിച്ചായിരുന്നോ? ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു, കൺഗ്രാറ്റ്സ് അണ്ണാ. റിപ്ലൈ തിരക്കാണ്. തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ എനിക്ക് റിപ്ലൈ തരാറുണ്ട്. ഇപ്പം ഭയങ്കര തിരക്കാണ്, ദൃശ്യത്തിന്റെ ഷൂട്ട് തുടങ്ങി. അപ്പം എന്താണ് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു കംഫർട്ട് സോണായിട്ട് എങ്ങനെയാണ് തോന്നിയത്? ഈസി ആയിരുന്നു എനിക്ക്. എല്ലാവരും പറയും സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പാടാണ്. എനിക്ക് ഏറ്റവും ഈസി ലാലേട്ടനോട് ചെയ്തപ്പോൾ. ലാലേട്ടൻ അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ലാലേട്ടൻ അറിയാം, അദ്ദേഹത്തിന് അറിയാം അതൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതവിടെ കാണിക്കുകയില്ല. അത് കാണിക്കാതെ നമ്മളെ ഫ്രീ ആക്കി സാധാരണ ഒരു മനുഷ്യരെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഇപ്പം ഞാൻ എന്ത് തരുന്നോ അത് തിരിച്ചു തരുമ്പോഴാണല്ലോ നമുക്ക് അത് കുറച്ചുകൂടെ ഈസി ആവുന്നത്. ഞാൻ കൊടുക്കുന്നതിന്റെ ഡബിളാണ് പുള്ളി ഇങ്ങോട്ട് തരുന്നത്. അപ്പൊ നമുക്കത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രയും ഡൗൺ ടു എർത്ത് ആണ്. ഇന്നലെ പിന്നെ എന്താ പറയാ, പത്രസമ്മേളനത്തിലായാലും പറഞ്ഞു എങ്ങനെയാണ് ലാലേട്ടൻ ഇത്ര ഡൗൺ ടു എർത്ത് ആവാൻ പറ്റുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ താഴെയുള്ളവരെ നോക്കിയിട്ടില്ലേ, താഴെ ഇറങ്ങുമ്പോൾ അവരവിടെ ഉണ്ടാവില്ല. ഉറപ്പായിട്ടും വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ അതെ. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ മോനെ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൈലിലാണ് എല്ലാവരും സ്നേഹത്തോടെ ലാലേട്ടൻ വിളിക്കുന്നത്. സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു മലൈക്കോട്ടെ വാലിബന്റെ? ഫണ്ണായിരുന്നു. മനോജ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആ വിളി, എന്റെ പേര് വിളിക്കണ തന്നെ വലിയൊരു കാര്യമല്ലേ. മനോജ് ഇങ്ങ് വാ ഇരിക്കുക എന്നൊക്കെ പറയണൊക്കെ തന്നെ ഞാൻ ഭാഗ്യമായി കരുതുന്നത് ഈ വക കാര്യങ്ങളാണ്. ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്. അതെ അതെ. മലൈക്കോട്ടെ വാലിബൻ കണ്ടപ്പോ ലാലേട്ടന്റെ കൂടെയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോ അച്ഛൻ്റെ അമ്മേന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ആയതിനു ശേഷം ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ പണ്ട് സീസൺ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ലാലേട്ടൻ്റെ പഴയ പടം. അതിലൊരു സെൻട്രൽ ജയിൽ, പൂജപ്പര സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് അന്ന് അച്ഛൻ, നമ്മുടെ ഫാമിലി അതിനടുത്താണ്. അപ്പം ഇവർ പണ്ടെന്ന് വെച്ചാൽ വണ്ടിയിൽ കയറ്റിയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് പണ്ട്. അച്ഛൻ പറഞ്ഞതാണ്. അങ്ങനെ അവിടെ പോയി ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് സാറിനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ദൂരേന്ന് കണ്ടയാള് മകൻ കൂടെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോയി. നേരെ സിനിമയുടെ ഷൂട്ടിന് ട്രിവാൻഡ്രത്ത് ചേർന്ന ഷൂട്ട്. അങ്ങനെ കൊണ്ടുപോയിട്ട് അച്ഛനും അമ്മയും ഒരുമിച്ച് കാരവനിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അച്ഛന് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ആണ്. അച്ഛന് ആഗ്രഹം അന്ന് ദൂരെ നിന്ന് ഞാൻ അതെ, അത് മോനെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം നമുക്ക് ഊഹിക്കാം. ശരിക്കും ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെയാണ് മൂൺ വാക്കും വിതരണം ചെയ്തത്. അദ്ദേഹമാണ് പ്രൊഡ്യൂസറിൽ ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു കാരണമാണോ മലൈക്കോട്ടെ വാലിബനിലെത്താൻ? ഉറപ്പായും സാറ് മൂൺ വാക്ക് കണ്ടതിന് ശേഷം എന്നെ അതിലേക്ക് വിളിച്ച് ഓഡിഷൻ ചെയ്ത് എന്നെ അതിൽ എടുക്കുന്നത്. ഞാൻ എന്നുള്ള വ്യക്തിയെ കാണുന്നത് മൂൺ വാക്കിലൂടെയാണ്. അപ്പം മൂൺ വാക്കാണ് എൻ്റെ ഏറ്റവും ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മൂൺ വാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലൊരുപാട് ഫ്ലിപ്പൊക്കെ ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് ഡാൻസ് ചെയ്യുന്നതിൽ അതിൽ കൂടുതൽ കോമഡി ആയിട്ടുള്ള ഒരു നല്ല രസമായിട്ട് ആ ക്യാരക്ടർ പോകുന്നത്. അപ്പോൾ മൂൺ വാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിയില്ല എന്ന് തോന്നുന്നുണ്ടോ? എത്തിയില്ലെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ വിഷമവും ഉണ്ട്. അതായത് മലയാളത്തിലെ ഡാൻസ് മൂവി ആദ്യമായിട്ടാണല്ലോ. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കുറേ പേര് പറഞ്ഞ് OTT വന്നപ്പോൾ അടിപൊളിയായിരുന്നു, തിയേറ്റർ മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മൂവി ആയിരുന്നു, അതല്ലേ? കാണേണ്ട ഒരു പടമാണ് അത്. പക്ഷെ ഞാൻ കണ്ടുട്ടെ, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട്. നമുക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ശരിക്കും കരയിക്കും. ഡാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്, ബ്രേക്ക് ഡാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഹരമാവോ മൂവി കാണുവാണേൽ. അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എങ്ങനെയാ? അതിൽ ഒരുപാട് പേരില്ലേ? ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. എല്ലാവരും വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്.
ഇന്ന് ഇനിയിപ്പോൾ 28-ാം തീയതി എന്തോ ഏഷ്യനെറ്റിൽ മൂൺ വോക്ക് ഉണ്ട്. അപ്പം അതിൻ്റെതൊക്കെ ഷെയറിങ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. ഓണത്തിനുണ്ടായിരുന്നു തോന്നുന്നല്ലേ? ഓണത്തിനുണ്ടായിരുന്നു. അതെ, ഒരാള് ഇട്ടിട്ട് കണ്ടായിരുന്നു ഞാൻ സ്റ്റാറ്റസ്. അതിൽ നിന്നപ്പം ഇനി ലിജോ ജോസ് പെല്ലിശ്ശേരി എന്തെങ്കിലും LJP എന്തെങ്കിലും ഒരു ഉപദേശം തന്നിട്ടുണ്ടോ? സാറങ്ങനെ ഉപദേശിക്കാറില്ല. പേടിയുണ്ടായിരുന്നു LJP? എനിക്ക് ഏറ്റവും പേടി സാറിനായിരുന്നു സെറ്റിൽ. സാറ് ദേഷ്യപ്പെടുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒരു സംവിധായകനാന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ അല്ലായിരുന്നു. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സോഫ്റ്റ് മനുഷ്യനാണ്. നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. പുള്ളി കറക്റ്റായിട്ട് അങ്ങ് പറയും, ഉള്ളതുപോലെ പറയും. നല്ലൊരു മനുഷ്യനാണ്. ശരിക്കും LJPയുടെ ഏത് സിനിമയാണ് മനോജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അഭിനയിച്ചതല്ലാതെ ആമീൻ, ജല്ലിക്കെട്ട്, അങ്ങനത്തെ പടമാണ്. നൻപകൽ നേരത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ആ സമയത്താണ് ഞാൻ സെലക്ട് ആവണത്. നൻപകൽ റിലീസ് സമയത്ത്, അതായത് ഫെസ്റ്റിവലിനെ റിലീസ് ചെയ്ത സമയത്താണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. 2 ഭാഗ്യങ്ങളാ. ഒന്ന് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റും, ഒന്ന് LJPയുടെ 2 പടങ്ങളില്. ആർക്ക് കിട്ടും അത്ര ഒരു ഭാഗ്യം അല്ലേ? അപ്പൊ കൂടെ മൂൺവാക്കിലൊക്കെ അഭിനയിച്ചവരൊക്കെ വേറെ സിനിമകളൊക്കെ കിട്ടുന്നുണ്ടോ? അവരുടെയൊക്കെ ഒരു 2-3 പേർക്കൊക്കെ പുതിയ പ്രോജക്റ്റ് ഓൺ ആയിട്ടുണ്ട്. അവർക്ക് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാറായി നിൽക്കുന്ന മനോജാണല്ലേ? സ്റ്റാർ ഒന്നല്ലേ, എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. കോമഡി റോള് ചെയ്യാൻ ഇഷ്ടമാണ്? ഇല്ല, അതെ, കോമഡി ആയിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, എൻ്റെ സർക്കിളിൽ ഇരിക്കുന്ന ആൾക്കാർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ കോമാളിയാക്കിയാൽ പോലും കുഴപ്പമില്ല, അവർ ചിരിക്കണം എന്നാലോചിക്കും എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ആദ്യം അങ്ങനെ ഒരാളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നെ മൂൺവാക്കിലേക്ക് സെലക്ട് ചെയ്തത്. ഞാനിങ്ങനെ ഫുൾ ഫണ്ണായിട്ട് നടക്കുന്ന ഒരാളല്ലേ. അപ്പം പെട്ടെന്ന് വിനോദ് സാർ പറഞ്ഞാൽ നീ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, നിന്റെ ക്യാരക്ടർ ഇത് തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്തതാണ്. ഒരു കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കോമഡി ഇപ്പം പണ്ടത്തെ ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഉള്ളൊരു കോമഡികളാണ്. ഇപ്പം നമ്മൾ ശരീരം വെച്ചോ, നമ്മുടെ അങ്ങനെ നിറം വെച്ചോ, അങ്ങനെ ഒന്നും നമ്മളെ കളിയാക്കരുത്, അങ്ങനെ ആൾക്കാർ ചിരിക്കാറുമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ശരീരം വെച്ചിട്ട് അങ്ങനെയൊക്കെ കോമഡി പറയുന്നത്, കൗണ്ടർ അടിക്കുന്നത്, അങ്ങനെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതിനെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം പണ്ട് അത് കുഴപ്പമില്ലായിരുന്നു, ഇപ്പം അത് കുഴപ്പമാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല. അതിന് ഞാൻ എന്ത് ആൻസർ തരണമെന്ന് എനിക്കറിയാം. അത് തെറ്റാണെന്നും പറയാൻ പറ്റൂല, ശരിയാണെന്നും പറയാൻ പറ്റൂല. നമ്മൾ പണ്ടൊക്കെ ഇന്ദ്രൻ ചേട്ടനെ, ഹരിശ്രേഷവൻ ചേട്ടൻ്റെ ഒക്കെ കോമഡി കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. പിന്നീട് ആൾക്കാർ പറഞ്ഞ് അവരത് ബോഡി ഷെയിം ചെയ്യുവാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ വരുവാണെങ്കിൽ കോമഡിക്ക് വേണ്ടിയാണെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ള ക്യാരക്ടർ ആണെങ്കിൽ ചൂസ് ചെയ്യുമോ? അത് ഡയറക്ടർ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഈ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരാളുണ്ട്, ഇതാണ് മനോജിൻ്റെ ക്യാരക്ടർ എന്ന് ചെയ്യുന്നതിന് തെറ്റില്ലല്ലോ. അത് ആൾക്കാർ എങ്ങനെ എടുക്കും എന്ന് അറിഞ്ഞിട്ടല്ലോ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ആൾക്കാർ കളിയാക്കലും, ചിലപ്പോൾ അവർ നല്ലതും പറയും. അവിടെ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കിട്ടുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആക്ടേഴ്സിൻ്റെ ജോലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം, അങ്ങനെ മനസ്സിലുള്ള ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ട്? ഇപ്പൊ സിനിമയാണല്ലോ മൊത്തം ഉള്ളിൽ. നെഗറ്റീവ് ക്യാരക്ടർ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ടോ മുന്നേ ഒരു സംഭവം നെഗറ്റീവ് റോള് പരിപാടി. ഒരു നെഗറ്റീവ് റോൾ ചെയ്താൽ പിന്നെ അത് തന്നെ ചിലപ്പോൾ വരും, അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. മുന്നേ അങ്ങനെയൊക്കെ ആയിരുന്നു, വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലൻ മാത്രമായിരിക്കണം. ഇപ്പം അങ്ങനെ ഇല്ല. അപ്പം ഇനി കൊറിയോഗ്രഫിയിലേക്ക്, തലവരയിലേക്ക് വരാൻ ലാസ്റ്റ് മൂവിയാണ്. കൊറിയോഗ്രഫി ചെയ്യുകയാണെങ്കിൽ ഒരു കൊറിയോഗ്രാഫർ ആയത് എങ്ങനെയാണ് ശരിക്കും? എല്ലാ പാട്ടുകളും സ്വന്തം കൊറിയോഗ്രഫി ചെയ്തിട്ടാണ് ചെയ്യാറ്? ഞാൻ കൊറിയോഗ്രാഫി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എന്നുവെച്ചാൽ കുഞ്ഞിലെ തൊട്ട് തന്നെ, മീൻസ് ഡാൻസ് തുടങ്ങിയ സമയത്ത് തന്നെ സ്വന്തമായി സ്റ്റെപ്പ് ഇടണം, ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ഞാൻ താനേ ചെയ്തു വന്നതാണ്. പിന്നെ പഠിച്ചിട്ടുണ്ട്, കുറേ മാഷിമാരെന്ന് പഠിച്ചിട്ടുണ്ട്, കുറേ മാഷിമാരുണ്ട്. അപ്പോൾ അവരെന്നൊക്കെ പഠിച്ച് അവരെ ഓരോ സ്റ്റൈൽ അങ്ങനെ പഠിച്ച് ഞാനായിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു കൊറിയോഗ്രാഫറാണ്. ഏത് ഡാൻസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? ഡാൻസിൽ തന്നെ ഒരുപാടുണ്ടല്ലോ. അങ്ങനെയില്ല, എനിക്ക് എല്ലാം ഫ്രീ സ്റ്റൈൽ ഡാൻസറാണ് ഞാൻ. എല്ലാ സ്റ്റൈലും അറിയാമെന്നുള്ള എല്ലാം കുറച്ച് വെച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാ ഡാൻസും അങ്ങനെ ഇന്ന സ്റ്റൈൽ മാത്രം എന്നുള്ളത് എനിക്കില്ല. ഈ ഡാൻസ് പഠിക്കാൻ ഇപ്പം ഡാൻസ് ഒരു അക്കാദമി ഉണ്ട്. ഇപ്പം ഡാൻസ് പഠിക്കാൻ ഏതെങ്കിലും പിള്ളേർ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് പക്ഷെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വർണ്ണവരെയും നമ്മൾ ഏറ്റെടുക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ വന്നതുപോലെ ഞാൻ ആ സമയത്ത് കഷ്ടപ്പെട്ടത് എനിക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരാൾ വരുമ്പോൾ നമ്മളത് പഠിപ്പിക്കണം, പഠിപ്പിച്ചേ മതിയാവും.
ഇപ്പം ലൈഫിൽ എപ്പോഴെങ്കിലും മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ വിഷമം അനുഭവിച്ച ഏതെങ്കിലും ഡാൻസിന്റെ ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ പോകുമ്പോഴായാലും ആക്ടിങ് എവിടെയെങ്കിലും എന്താ പറയാ ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ വേദനിപ്പിച്ച എന്തെങ്കിലും ഓർത്തെടുക്കുകയാണ്? കുറേ കാര്യങ്ങളുണ്ട്. റിയാലിറ്റി ഷോ ഔട്ടായതുണ്ട്, ബ്രേക്കപ്പ് ആയതുണ്ട്, അങ്ങനെ കുറേ. അതെൻ്റെ ഒരു പ്രായം, ആ പ്രായങ്ങളിൽ എനിക്ക് ആ സമയത്തൊക്കെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒറ്റപ്പെട്ടാലും ഇവർ രണ്ടുപേരും, അതായത് എൻ്റെ അപ്പനും അമ്മയും കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് പിന്നെ അത് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഒരു സമയം വരെ തന്നെ. പിന്നെ അത് ഇവരെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കതൊന്നും ഓർക്കാറില്ല. അവരാണ് ലോകം, അവരാണ്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കണം. അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹം, എന്തെങ്കിലും അവർക്ക് ആഗ്രഹമുള്ളത്? നിറയെ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഞാൻ പറയാൻ കാരണം, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നു. ഞാനൊരു പ്രായം വരെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുന്നേ വരെ എന്നെ വളർത്തി ഇതുവരെ ആക്കിയത് അവരാണ്. അപ്പോൾ ബാക്കിയുള്ള കാലങ്ങളിൽ ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇപ്പം ഞാൻ ഇപ്പോൾ വീട് വെച്ചതാവട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമാവട്ടെ, അവർക്കൊരു കുറവും വരുത്താൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും മൈൻഡിൽ ഇട്ടുകൊണ്ടിരിക്കും. അത് അങ്ങനെ ചെയ്യണം. അത് കടമയെന്ന് ഞാൻ പറയാൻ പറ്റില്ല, അത് ചെയ്തേ പറ്റും. നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. വീട് വെച്ചോ? വീട് വെച്ചു. സിനിമയെന്നൊക്കെ കിട്ടിയ പൈസ, സിനിമയും പിന്നെ എൻ്റെ റിയാലിറ്റി ഷോ വിൻ ചെയ്ത കാശും പിന്നെ പ്രോഗ്രാംസിൻ്റെ അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് വീട് വെച്ചത്. പുതിയ വീടാണ്. പുതിയ വീട്. കടബാധ്യത ഇല്ല, കുറച്ച് കടങ്ങളുണ്ട്. ലോൺ എടുത്തിട്ട്. അതെ, ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേണം. ഇനി അവരെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അവരെവിടെയെങ്കിലും കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ? അങ്ങനെ പറയാറില്ല, അതാണ് എൻ്റെ അപ്പരം. അച്ഛനും അമ്മയും അങ്ങനെ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കരുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവനോടൊന്നും ചോദിക്കരുത്, അവനോട് അങ്ങനെ പറയും. പക്ഷേ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് ചോദിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ മക്കളെ ചെയ്യേണ്ട കാര്യം. അവർ പറയൂല, അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം അവർ ഷെയർ ചെയ്യില്ല. ചിലപ്പോൾ അവർക്ക് വിശപ്പുണ്ടാവും, ചിലപ്പോൾ അവിടെ ഫുഡ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരോട് നീ കഴിച്ചു, ഞാൻ നേരത്തെ കഴിച്ചതാണെന്ന് പറയാം അമ്മ. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, കണ്ടറിഞ്ഞ് ചെയ്യണം. നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. അമ്മ കഴിച്ചിട്ട് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആ സമയത്ത് ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചതാണ്, നിങ്ങൾ കഴിച്ചു എന്ന് പറയണം. ഞാൻ അങ്ങനെ പറയാറ്. അപ്പം നല്ല ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മ എങ്ങനെയാണ്? അല്ല, അച്ഛനും അമ്മക്കും ഇങ്ങനെ ഒരു മോനെ കിട്ടിയെന്ന് വലിയ ഭാഗ്യം. പക്ഷെ എനിക്കാണ് ഏറ്റവും വലിയ ഭാഗ്യം. ശരിക്കും ഈ ഞാനൊരു ഇതിൽ പറഞ്ഞ് കേട്ടതാണ്, ആദ്യമൊക്കെ സ്വന്തം ചെലവുകൾ കുറച്ചെങ്കിലും വഹിക്കുമെങ്കിലും ബാക്കിയൊക്കെ അമ്മയാണ് പൈസയൊക്കെ തരുന്ന എല്ലാം. അപ്പൊ ഇപ്പം ശരിക്കും സ്വന്തമായി ഇൻഡിപെൻഡന്റ് ആയില്ലേ? ഇപ്പം ഞാൻ കാശ് വാങ്ങിച്ച സമയങ്ങളുണ്ടായിരുന്നു. അത് ഒരാൾക്കാർ പറയും അത് തെറ്റാണ്, വീട്ടിൽ നിന്ന് വാങ്ങുന്നതെന്നൊക്കെ പറയും. ഒരു സമയം വരെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റുള്ളൂ, എൻ്റെ അപ്പനമ്മ അടുത്ത് ചോദിക്കാനേ പറ്റുള്ളൂ, വേറെ ആരും ഇല്ല. അപ്പം ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഇപ്പം ഞാനാണ് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോൾ അമ്മക്കും അച്ഛനും എന്താ വർക്ക് ചെയ്യുന്നത്? അച്ഛനമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ജോലി നിർത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അമ്മയ്ക്കും അച്ഛനും എപ്പം പറ്റില്ലെന്ന് തോന്നണം അപ്പം നിർത്തിയാൽ മതി. അല്ലാതെ പക്ഷെ അവരും വന്ന വഴി മറക്കാൻ പാടില്ല, ഞാനും വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, എൻ്റെ ഫാമിലി. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മയ്ക്കോ പറ്റിയില്ലെങ്കിൽ നിർത്തിക്കോ, വീട്ടിൽ വന്നോ, അമ്മയ്ക്ക് പറ്റുന്നവരമ്മ ചെയ്തോ, അത് അമ്മയുടെ ഇഷ്ടം. മകന്റെ തണലിൽ ഇപ്പോഴേ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛനും അമ്മയും, അതല്ല ഇപ്പോഴും സ്വന്തമായിട്ട് അവർ അധ്വാനിച്ച് വന്ന ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് എന്തോ ഒരു പ്രയാസം പോലെയാണ്. അത് അങ്ങനെ ഇരിക്കാൻ പാടില്ല, എല്ലാത്തിൽ നിന്നും മാറി ഒറ്റ എന്താ പറയാ പെട്ടെന്ന് ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുക വീട്ടില്. വെറുതെ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യണം, അധ്വാനിക്കണം എന്ന് അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ചുമ്മാ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കാൻ പാടില്ല, വെളിയിൽ പോകണം, ജോലി ചെയ്യണം, അങ്ങനെ അധ്വാനിക്കണം എന്ന് അച്ഛൻ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇനി കൊറിയോഗ്രഫിയിലേക്ക് വരുവാണെങ്കിൽ, ലാലേട്ടന് ഇപ്പം കൊറിയോഗ്രഫി ചെയ്യുന്ന നല്ലൊരു വീഡിയോ ഉണ്ട്, അത് ഭയങ്കര വൈറലായിരുന്നു. അത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന് വേണ്ടിയാണോ, ഏതിനായിരുന്നു? അല്ലല്ല, കേരള ക്രിക്കറ്റ് ലീഗ്. കേരള ക്രിക്കറ്റ് ലീഗ് T20. അതെ. അത് പിന്നെ എപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കൊറിയോഗ്രഫി? 2 months ബാക്ക് ആണെന്നാണ്. അപ്പോഴാണ് എന്നെ ഇങ്ങനെ അതിൻ്റെ ഡയറക്ടർ ഗോപ്സ് എന്ന് പറഞ്ഞിട്ട് ആള്, പുള്ളി വിളിച്ചിട്ട് എന്നെ സാർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ലാലേട്ടൻ ഇങ്ങനെ പഠിപ്പിക്കേണ്ടെന്ന്. ലാലേട്ടനാണോ പിന്നെ മനോജിനെ വിളിക്കാൻ പറഞ്ഞേ? അല്ല, സാറിൻ്റെ കൂടെ ഞാൻ മുന്നേ 2 വർക്ക് ചെയ്തിട്ടുണ്ട്. ലക്ഷ്യ എന്ന് പറഞ്ഞിട്ടൊരു മമിത ബൈജിനെ വെച്ചിട്ടൊരു ആഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇത്. അപ്പം ഇങ്ങനെ ലാലേട്ടനാണ് പഠിപ്പിക്കണത് എന്ന് പറഞ്ഞിട്ട്, അവൻ ഓൾറെഡി എനിക്ക് അറിയാമല്ലോ. ഞാൻ ഓക്കെ, ഞാൻ റെഡി. പിന്നെ വന്നു, അത് പെട്ടെന്ന് കഴിഞ്ഞു. അത് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലേ ഇത്. എന്ന് പറഞ്ഞ് നമ്മൾ വന്നു, പറഞ്ഞു കൊടുത്തു, അതങ്ങ് ചെയ്തു, റെഡി കഴിഞ്ഞു. എന്തായിരുന്നു ലാലേട്ടനെ പഠിപ്പിച്ചത്?
അത് ഞാൻ ചെറിയൊരു പോർഷനാണ്. ഇത് ഭയങ്കര ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ ഒരു ചെയറിലിരിക്കും, അവിടെ ഇരുന്നുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ച്. പക്ഷേ ലാലേട്ടൻ്റെ ഒരു മാസം ഉണ്ടല്ലോ, അത് നമ്മൾ കളയാനും പാടില്ല. അതെ അതെ. ലാലേട്ടനായിട്ട് ഒരു സംഭവമുണ്ട് ഉള്ളിൽ, ഒരു സ്റ്റൈലുണ്ട്. അപ്പം അത് കളയാനും പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ചെറിയൊരു പോർഷൻ അങ്ങ് ചെയ്തു കൊടുത്തു. പക്ഷെ നന്നായിട്ട് ചെയ്തു. ലാലേട്ടന് നല്ല ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. നിന്റെ ഷേഖൻ്റെ നിന്റെ നൃത്ത സംവിധാനം മുന്നോട്ട് പോട്ടെ മകനെ എന്ന് പറഞ്ഞു. വാലിബന് ശേഷം അന്നാണോ കണ്ട ലാലേട്ടനെ? അല്ല, ഇടയ്ക്ക് ഞാൻ നേരിന് ഷൂട്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ കൊച്ചിയിൽ വന്നപ്പോൾ എന്തോ ഒരു ദിവസം മീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ സ്റ്റുഡിയോയുടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴും സ്റ്റുഡിയോ അപ്പോൾ ഈ അടുത്താണ് ഇനാഗ്രേഷൻ ചെയ്തത്? 1 year ആയി. ഓണം സെലിബ്രേഷന്റെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ഓണത്തിന്, കഴിഞ്ഞ ഓണത്തിനാണ് ഞാൻ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നന്നായിട്ട് പോകുന്നു. എത്ര കുട്ടികൾ, എത്രയാ പേര്? ഒരു 50 ഇതിനകത്തുണ്ട് പിള്ളേർ. അങ്ങനെ ഒരുപാട് പേര് വിളിക്കാറുണ്ടോ അതിന് വേണ്ടിയിട്ട്? ആരെങ്കിലും സമയം? കൊറിയോഗ്രാഫ് എനിക്ക് സിനിമയിൽ കൊറിയോഗ്രാഫി ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. ഞാൻ ഒരു പടം മുന്നേ ചെയ്തിട്ടുണ്ട്, ചോല എന്ന് പറഞ്ഞിട്ട്. ജോർജ് സാറിന്റെ പുള്ളിയുടെ മുന്നേ ചെയ്തതാ. അത് ചെറിയൊരു പോർഷൻ. അവാർഡ് മൂവി ആയിരുന്നു. അവാർഡ് ചെയ്തില്ല. അത് പണ്ട് ചെയ്തതാ. അത് ഭയങ്കര കൊറിയോഗ്രാഫി ഒന്നും ഇല്ല, ചെറിയൊരു പോർഷൻ ചെയ്തതാ. അതിലേതാ ചെയ്ത്? അതില് ഇവര് ഒരു മാളിലേക്ക് പോകുന്നുണ്ട്. നിമിഷ അവരെയും പുള്ളിയെ കൊണ്ട് മാളിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഡാൻസ് നടക്കുന്നുണ്ട് ഒരു പാട്ടില്. അത് ഞാൻ ചെയ്തതാണ്. നല്ല രസമായിരുന്നു ആ മൂവി. നിമിഷ സജയനും ജോർജും കട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിൽ. അപ്പം അഭിനയം ഓർ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? നല്ല നന്നായിട്ട് പോകുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അങ്ങനെ ഒന്ന് ചൂസ് ചെയ്യേണ്ട അവസരം വരൂലല്ലോ. എനിക്ക് രണ്ടും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. അല്ല, എന്നാലും കൂടുതൽ നമ്മളിപ്പോ അങ്ങനെ ചോദിക്കുന്നത് ശരി, എന്നാലും ഒരു ഇഷ്ടം കൂടുതൽ കൊറിയോഗ്രാഫി ചെയ്യണം. ഇനി നേരെ തലവരയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? തലവര നല്ലൊരു മൂവിയായിരുന്നു, പക്ഷെ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചത്ര ആളുകൾ അതിൽ എത്തിയില്ല. പക്ഷെ നല്ലൊരു കണ്ടന്റ് ഉള്ള മൂവിയാണ്. എങ്ങനെയാണ് തലവരയിലേക്ക് എത്തുന്നത്? തലവരയും എങ്ങനെ എത്തുന്നെന്നുള്ള എനിക്കറിയില്ല. അതായത് എന്നെ പെട്ടെന്ന് വിളിച്ചു. അങ്ങനെ ഡയറക്ടറാണ് വിളിച്ചത്. ഡയറക്ടർ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, ഇങ്ങനൊരു മൂവി ചെയ്യുന്നുണ്ട്, അർജുൻ അശോകനാണ് നായകൻ, മനോജ് മിന്നൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞാനും പിന്നെ വേറെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ഓക്കെ എന്ന് പറഞ്ഞു, പോയി കണ്ടു. പെട്ടെന്ന് അങ്ങ് ഷൂട്ടും തുടങ്ങി. അത് ഒരു ഷൂട്ട് തുടങ്ങാൻ ഒരു 2 ആഴ്ചക്ക് മുന്നെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്നെ പെട്ടെന്ന് പടപടയെന്നായിരുന്നില്ല. അർജുൻ അശോകന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, മറ്റു സുഹൃത്തുക്കൾ കളിയാക്കുമ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ് ലൈഫിൽ എല്ലാവരുടെയും കൂടെയും സുഹൃത്തായിട്ട്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമല്ലോ നമ്മള്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. അപ്പം അർജുനായിട്ടുമായിട്ടുള്ള എങ്ങനെയാ, നല്ല അടുപ്പമാണോ? നല്ല അക്കാദമിയിലൊക്കെ വന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. സ്റ്റുഡിയോയില് ഡാൻസ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. അവൻ ഡാൻസിങ് പരിപാടിയൊക്കെ അർജുനായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ക്യാരവനിൽ തന്നെ കളിക്കാറുണ്ടായിരുന്നു ഷൂട്ട് സമയത്ത് തന്നെ. പുള്ളി ഡാൻസ് കളിക്കുന്ന ഇഷ്ടമുള്ള ആളാണ്. പുള്ളി എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന, ചില്ലായി നിൽക്കണം ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാരവനിൽ തന്നെ ഡാൻസ് കളിക്കും, ഫുൾ ഫണ്ണാക്കി അങ്ങനെ പുള്ളി നമ്മളോട് അങ്ങനെ നിൽക്കും. ഇനിയിപ്പം ഏതൊക്കെ സിനിമകളാണ് ഇനി വരാനുള്ളത്? റിലീസാവുള്ളത് മുന്നേ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രീനാഥ് ബാസി നായകനായിട്ട്, കറക്കം എന്ന് പറഞ്ഞിട്ട്. അത് അടുത്ത മാസം മേ ബി റിലീസ് ഉണ്ടാവും. പിന്നെ ഒരു 2 പ്രോജക്റ്റ് ഉണ്ട്, പക്ഷെ അത് ഒരു അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക്. സിനിമയാണ് സിനിമയാണ്. അതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ കാണാം, ചിലപ്പോൾ അതിലുണ്ടാവില്ല, എന്തുവേണം നടക്കാം. അതുകൊണ്ട് അവർ അനൗൺസ് ചെയ്തതിന് ശേഷം ഞാനത് പറയാം. ഇപ്പം ബോഡി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണല്ലേ? എങ്ങനെയാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫിസിക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫിസിക്ക് ഡാൻസ് ഞാൻ നല്ലോണം ഡാൻസ് കളിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഫ്ലിപ്സും കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. പിന്നെ ജിമ്മിൽ പോയിട്ട് ഡാൻസും കൂടെ കളിക്കുമ്പോഴത്തേക്ക് ഓൾറെഡി സെറ്റ് ആയിക്കോളും ബോഡി. പിന്നെ ഡാൻസ് കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് വേണ്ടത് എന്താണ്? ഡാൻസ് നല്ല പാഷനേറ്റ് ആയിരിക്കണം. എല്ലാവർക്കും ഡാൻസ് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് ആ ഡാൻസിനോട് അത്ര ഇഷ്ടം വേണോ? ഡാൻസിനെ ആദ്യം നമ്മൾ സ്നേഹിക്കണം. നമുക്കത് ഒരു ജോലി പോലെ ആക്കരുത്. ഞാൻ അവിടെ പോയി സ്റ്റെപ്പ് പഠിക്കണമല്ലോ എന്ന് പറഞ്ഞ് മടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അത് പഠിച്ച് ഭയങ്കര അത് നമ്മൾ ഉള്ളിലേക്ക് ആക്കണം, എന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മടി മാറ്റി വയ്ക്കണം. ചിലർക്ക് ഈ ഭയങ്കര ഷൈനസ് ആയിരിക്കും, ഇത് ചെയ്യണോ, ആൾക്കാരെങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ഞാൻ കളിച്ചു കഴിഞ്ഞാൽ ബോറായിരിക്കും, അങ്ങനെ കുറേ പരിപാടികൾ. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പം പേഴ്സണൽ ലൈഫ് ചോദിക്കുവാണെങ്കിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രണയം ഒന്നും സെറ്റാവില്ല എന്ന്. അപ്പോൾ ഇനി എന്താ പറയാ, സിംഗിൾ ലൈഫാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, ഒരു കൂട്ട് വേണമല്ലോ എന്തായാലും.
പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല എനിക്കിപ്പോൾ. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. എൻ്റെ വർക്കുകളും കാര്യങ്ങളും അതിനു വേണ്ടി ഞാൻ പ്രാക്ടീസും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഒരു പരിപാടി വേണ്ട എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഞാൻ ഫോക്കസ് അതിൽ മാത്രമാണ്, കരിയറിൽ മാത്രമേ ഉള്ളൂ ഫോക്കസ്. പാട്ടൊക്കെ പാടുവോ? ഇല്ല. വേറെ എന്തൊക്കെയാ കഴിവ്? ഡാൻസ്, അഭിനയം, ഇതൊക്കെ അല്ലാതെ ഒരുപാട് പാർട്ട് ടൈം ആയിട്ടൊക്കെ ഒരുപാട് പണിക്കൊക്കെ പോയിട്ടുണ്ട്. ഡെക്കറേഷൻ വർക്കിനൊക്കെ. ഡെക്കറേഷൻ പണി എല്ലാം. അങ്ങനെ അന്ന് പണിയെടുത്ത് അവരെയൊക്കെ ഇപ്പം കാണാറുണ്ടോ? കമ്പനി ഉണ്ടോ? പിന്നെ എൻ്റെ മുതലാളിയായിട്ട് ഇന്ന് ഒരു 2 ദിവസം മുന്നേ വരെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ. എൻ്റെ ഡെക്കറേഷൻ മുതൽ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇവന്റ് മാനേജ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ശ്രീത്ത് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ കൂടെയാണ് ഞാൻ ഡെക്കറേഷൻ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നീടോ? എന്തെങ്കിലും? പിന്നെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അതിനുള്ള സമയമില്ലല്ലോ. ഞാനിപ്പോൾ ഈ ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങിയതിന് ശേഷം പിന്നെ ഫുള്ള് ക്ലാസ്സിലാണ്. ക്ലാസ്സും കാര്യങ്ങളും. എപ്പോഴും എൻഗേജ്ഡ് ആണ്. ഇപ്പം ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താണ്? ലൈഫിൽ നിന്ന് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നിൽക്കുക, മാക്സിമം കള്ളം പറയാതിരിക്കുക എന്നുള്ളത്. അതും പിന്നെ ആൾക്കാരെ വിശ്വസിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വിശ്വസിക്കേണ്ട ആൾക്കാരെ വിശ്വസിക്കാം അല്ലേ? അത് അങ്ങനെയാണ്. ഞാൻ എല്ലാവരും പറയും ഒരു ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുത്, നമുക്ക് പണി കിട്ടും ജീവിതം, അങ്ങനെയൊന്നും ഞാൻ പറയൂല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ല. ഞാൻ വിശ്വസിച്ച ആൾക്കാരുണ്ട്, എന്നെ വിശ്വസിച്ച ആൾക്കാരുണ്ട്. ഞാൻ ലിജോ സാറിനെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ എനിക്ക് വാലിബൻ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഓരോ ആൾക്കാരെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് വരെ. ഇവിടെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ വിശ്വസിക്കാം, നമ്മൾ ചൂസ് ചെയ്യണം. അതുകൊണ്ട് ആരെയും വിശ്വസിക്കരുതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കുക, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക, ആത്മാർത്ഥമായിട്ട് നിൽക്കുക. കള്ളം പറയാതിരിക്കുക എന്നുള്ളത്. കർമ്മയിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട് എന്ന് പറയാം. വിശ്വസിക്കുന്നുണ്ട്. പിന്നെ വന്ന വഴി മറക്കാതിരിക്കുക അല്ലേ? വന്ന വഴി അത് മെയിൻ പരിപാടിയാണ്. വന്ന വഴി മറക്കാതിരിക്കുക. നമ്മൾ ഇപ്പോൾ ഞാൻ ഡാൻസിലോട്ടാണ് വന്നത്. ഡാൻസിൽ വന്ന പഴയ കൊറിയോഗ്രാഫേഴ്സ് ആയിരുന്നാലും പഴയ എന്നെ പഠിപ്പിച്ച മാഷിമാരായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, സംസാരിക്കുക. അവർക്ക് തോന്നരുത് ഇവൻ വലിയ ആളായി പോയി ഇനി അവനെ നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് അവർക്കൊരു തോന്നൽ നമ്മൾ കൊടുക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് സുഖമാണോ മാഷെ, എന്ത് ചെയ്യുന്നു, വർക്കുകളുണ്ടോ, അതൊക്കെ അന്വേഷിക്കുന്നത് നല്ലൊരു പരിപാടിയാണ്. അങ്ങനെയാകുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെ എപ്പോഴും ഉണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പേര് പറയും, അവൻ ഇന്ന് വിളിച്ചല്ലോ, നന്നായിരിക്കട്ടെ എന്നെങ്കിലും ചിലപ്പോൾ പറയും. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലൈഫിൽ ഇനി അച്ചീവ് ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ട്, എന്നാൽ ഏറ്റവും അടുത്ത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? അങ്ങനെയൊന്നും ആഗ്രഹിക്കാറില്ല. ചെയ്യുന്ന ജോലിയിൽ നന്നായിട്ട് തന്നെ പോട്ടെ, നിറയെ ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, നിറയെ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. പ്രാർത്ഥന നടക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അതുപോലെ നടക്കട്ടെ, ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, നമുക്ക് ഇനിയും ഇങ്ങനെ സംസാരിക്കാൻ പറ്റട്ടെ.